ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കരിങ്കോഴി കറിയാണ്. കരിങ്കോഴി 1.5 കിലോയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. കൈ വെച്ച് തന്നെ അത് പുരട്ടണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തും യോജിപ്പിച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം വച്ചേക്കാം. കരിങ്കോഴി കറി വെക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് അടുപ്പിൽ വെച്ചത്. അതിലേക്ക് നമുക്കൊരു 100 ഗ്രാമിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4-5 ഗ്രാമ്പും പട്ടയും 2 കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. മുളകെല്ലാം മൂത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞതിടാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഇട്ടാൽ മതിയാകും. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കാം. എന്നിട്ടിത് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 3 സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഉള്ളി വഴറ്റിയെടുക്കാനാണ്. ഒരു 1/4 സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഉള്ളിയിലിട്ട് വഴറ്റാം. ഇറച്ചിയിൽ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉള്ളിയൊക്കെ വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം വരെ. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോ അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ കുറേ വഴണ്ടു വന്നു. ഇതിലേക്ക് നമുക്കിനി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടിയ കരിങ്കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇറച്ചി നമുക്ക് വെന്തോന്ന് നോക്കാം.
ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട്. ഇനി കുറച്ച് ചാറും കൂടി ഇത് വറ്റിക്കാനുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിത് വേവിക്കാം. കരിങ്കോഴി ചിക്കൻ കറിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് കൊടുക്കാം. ഇത്രയും തേങ്ങയാണ് ഞാൻ വറുത്തിടാൻ എടുത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പൂളുകൾ വെളിച്ചെണ്ണയിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് ഇറച്ചിക്കറിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഇത് കളർ വരട്ടെ. തേങ്ങ നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറച്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയെല്ലാം ഇതിൽ കിടന്ന് ഒന്നുകൂടി വേകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. കരിങ്കോഴിയുടെ പീസുകളെല്ലാം നല്ലതുപോലെ വെന്ത് ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. എല്ലാം നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ കരിങ്കോഴി കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ കരിങ്കോഴി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.